നമ്മളെല്ലാവരും ജനുവരി 1-ാം തീയതി അർദ്ധരാത്രിയിൽ പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചും ആഘോഷിക്കുന്നു. എന്നാൽ ഈ ആഘോഷത്തിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നിഗൂഢമായൊരു ചരിത്രമുണ്ടെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടർ എങ്ങനെ ഉണ്ടായി എന്നും ജനുവരി 1 എന്ന തീയതി എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ പുതുവർഷം എന്നത് വെറും ഒരു ആഘോഷമല്ല. അത് മനുഷ്യൻ പ്രകൃതിയുടെ മാറ്റങ്ങളെ അടയാളപ്പെടുത്താൻ നടത്തിയ വലിയൊരു പോരാട്ടത്തിന്റെ കഥയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് കാണാതായ ദിവസങ്ങളാണ്. 1582 പോപ്പ് ഗ്രിഗറി 8 കലണ്ടറിൽ മാറ്റം വരുത്തിയപ്പോൾ അന്നത്തെ കലണ്ടറിൽ 10-11 ദിവസങ്ങളുടെ വ്യത്യാസമുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ അദ്ദേഹം ചെയ്തത് വിചിത്രമായ ഒരു കാര്യമാണ്. ആ വർഷം ഒക്ടോബർ 4 കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒക്ടോബർ 15 ആയിരിക്കുമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. അതായത് അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലെ 11 ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒക്ടോബർ 4 ആയിരുന്നെങ്കിൽ എഴുന്നേറ്റപ്പോൾ അത് ഒക്ടോബർ 15 ആയിരുന്നു. പുതുവർഷം ജനുവരി 1 ഉറപ്പിക്കാൻ വേണ്ടി ചരിത്രം മായ്ച്ചു കളഞ്ഞ ദിവസങ്ങളാണവ. എന്തുകൊണ്ടാണ് ജനുവരി മാസം പുതുവർഷമായി തിരഞ്ഞെടുത്തത്? അതിന് പിന്നിൽ റോമൻ പുരാണങ്ങളിലെ ജാനസ് എന്ന ദൈവത്തിന്റെ കഥയുണ്ട്. ജാനസിന് 2 മുഖങ്ങളാണുള്ളത്. ഒരു മുഖം കഴിഞ്ഞുപോയ വർഷത്തിലേക്കും രണ്ടാമത്തെ മുഖം വരാനിരിക്കുന്ന വർഷത്തിലേക്കും നോക്കുന്നു. അതുകൊണ്ട് ആ മാസത്തിന് ജനുവരി എന്ന് പേര് വന്നത്. വാതിലുകളുടെയും തുടക്കങ്ങളുടെയും ദൈവമാണ് ജാനസ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു എന്ന വലിയ തത്വം ഇതിന് പിന്നിലുണ്ട്. നമ്മുടെ ജീവിതത്തിലും പഴയ പരാജയങ്ങൾ ഒരു വാതിലായി അടയുമ്പോഴാണ് ജീവിതത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നത്. പണ്ട് ബാബിലോണിയയിൽ പുതുവർഷം ആഘോഷിച്ചിരുന്നത് മാർച്ച് മാസത്തിലായിരുന്നു. വസന്തകാലത്തിന്റെ തുടക്കത്തിൽ കൃഷി ഇറക്കുന്ന സമയമായിരുന്നു അവർക്ക് പുതുവർഷം. അന്നവർ തങ്ങളുടെ ദൈവങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതിജ്ഞ എടുക്കുമായിരുന്നു. എടുത്ത കടങ്ങൾ വീട്ടുമെന്നും തെറ്റുകൾ തിരുത്തുമെന്നും. ഇതാണ് ഇന്നത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനായി മാറിയത്. നമ്മുടെ ഉള്ളിലും ഇത്തരം രഹസ്യമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. മറ്റാരും കാണാതെ നമ്മൾ മാത്രം അറിയുന്ന ആ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പുതുവർഷത്തിന്റെ ഓരോ സെക്കൻഡും നമുക്ക് നൽകുന്നത് ഒരു കംബാക്ക് ചെയ്യാനുള്ള അവസരമാണ്. സിനിമയിലായാലും ജീവിതത്തിലായാലും തിരിച്ചടി നേരിടുമ്പോൾ ലോകം നമ്മളെ പരിഹസിച്ചേക്കാം. എന്നാൽ ജനുവരി 1 എന്ന് പറയുന്നത് പുതിയൊരു തുടക്കമാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാകാം. ലക്ഷ്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകാം. പക്ഷെ ഓർക്കുക, ജാനസ് ദൈവത്തെ പോലെ മുന്നോട്ടുള്ള മുഖം എപ്പോഴും പ്രകാശത്തിലേക്കാണ് നോക്കുന്നത്. വീണ് പോയിടത്ത് നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ പുതുവർഷം നമ്മളെ പഠിപ്പിക്കുന്നു. 365 ദിവസങ്ങൾ എന്നത് വെറും അക്കങ്ങളല്ല. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന 365 അവസരങ്ങളാണ്. നിഗൂഢതകൾ നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കുള്ള വിശ്വാസമാണ്. 2025 അവസാനിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ സങ്കടങ്ങളും ആ പഴയ കലണ്ടറിനൊപ്പം മടക്കി വെക്കുക. 2026 എന്ന പുതിയ പുസ്തകം നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. അതിൽ പരാജയത്തിന്റെ കഥകളല്ല, മറിച്ച് തളരാത്ത പോരാട്ടത്തിന്റെ വീരഗാഥകളാണ് എഴുതേണ്ടത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.